ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നമുക്ക് വിളക്ക് കത്തിക്കാറുണ്ട്. ആ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഈ ഒരക്ഷരം ഉരുവിട്ടാൽ നിങ്ങളിലേക്ക് പണം അല്ലെങ്കിൽ ധനം ഒഴുകും. അങ്ങനെയുള്ള ഒരു അത്ഭുത ബീജമാണ് അത്. വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ആ ഒരൊറ്റ അക്ഷരം ഉരുവിട്ടാൽ, അത് ശരിയായിട്ട് ചെയ്താൽ ആ ധനം അല്ലെങ്കിൽ പണം അല്ലെ സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പം അതെങ്ങനെയാണ് ഉരുവിടേണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ രഹസ്യം. ആ ബീജം ഒരു പ്രത്യേക രീതിയിലാണ് അത് ഉരുവിടേണ്ടത്. ഒറ്റ അക്ഷരമേ ഉള്ളൂ. അപ്പോൾ അത് എന്തുകൊണ്ട് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് അത് ചെയ്യണമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ചെയ്യുന്നത് അത് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം. കാരണം നിങ്ങൾക്ക് എന്നും പ്രയോജനം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ പറയുന്നുണ്ട്. ഈ വീഡിയോ എന്നല്ല, എല്ലാ വീഡിയോ മുഴുവനും കാണണം. എല്ലാ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റഫറൻസ് ബുക്ക് തന്നെയാണ് എല്ലാ വീഡിയോയും. അപ്പോൾ ഇത് നിങ്ങൾ മുഴുവൻ കാണാൻ വേണ്ടി ഞാനൊന്ന് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. അതായത് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഭദ്രകാളി നടത്തി തരുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് ഏത് കാര്യവും നേടിയെടുക്കാൻ പറ്റും. 2 കേസ് അങ്ങനെ വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടുപോയാൽ നിങ്ങളുടെ ഭാഗത്തൊരു ന്യായമുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ ചെയ്യാവുന്ന ഒരു വഴിപാടും അത് ചെയ്തവർക്ക് കേസിലൊക്കെ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3, നിങ്ങളുടെ ഒരു സാധനം കാണാതെ പോയാൽ, ചിലരുടെ ചിലപ്പം 10 പവൻ്റെ ഒരു മാലയായിരിക്കും, ചിലരുടെ ആധാരമായിരിക്കും. അതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ വലിയതാണ്. അപ്പോൾ ഈ ആധാരമൊക്കെ കാണാതെ പോയി, ഞാൻ പറഞ്ഞ ഈ കാര്യം ചെയ്ത് കഴിഞ്ഞ ദിവസം ഒരാളുടെ ആധാരം കിട്ടി. അപ്പോൾ അവർ വാട്സപ്പിൽ കരഞ്ഞുകൊണ്ടാണ് മെസ്സേജ് ചെയ്യുന്നത്. സാറിന് എന്ത് തരണമെന്നാണ് ചോദിക്കുന്നത്. കാരണം അവരുടെ ആധാരം കാണാൻ പോയിട്ട് അത് കിട്ടിയെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം അതിലും വലിയൊരു കാര്യമില്ല. എനിക്കൊന്നും വേണ്ട, അവരുടെ ആ സന്തോഷം മതി. അത് കിട്ടിയുള്ളൂ. ഞാനീ പറഞ്ഞ ഒരു വിദ്യ ചെയ്താണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. കാരണം ഒരു അത്യാവശ്യം വരുമ്പോൾ വീഡിയോ തപ്പി നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്നെ വിളിച്ചാലും കിട്ടത്തില്ല. എന്നോട് വാട്സപ്പിൽ ഇട്ട് ചോദിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ റിപ്ലൈ ചെയ്യത്തുമില്ല. കാരണം എനിക്ക് സമയമില്ല. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇതൊക്കെ കണ്ട് ഒരു റഫറൻസ് ബുക്ക് പോലെ എഴുതി വെച്ചോണം. ആർക്കാ എപ്പോഴും ഒരാവശ്യം വരുമെന്ന് പറയാനൊക്കത്തില്ല. സമയത്തോടെ നടന്നാലൊന്നും ഈ രഹസ്യ വിദ്യകളൊന്നും കിട്ടത്തില്ല. വേറെ എവിടെ തപ്പി നോക്കിയാലും കിട്ടത്തുമില്ല. അതുകൊണ്ട് എന്നോട് തന്നെ നിങ്ങൾ ചോദിക്കുക, ഇന്ന കാര്യം ഏത് വീഡിയോയിലാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്ക് എടുത്തു തരാൻ പറ്റത്തില്ല, എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഓരോ വീഡിയോയും നിങ്ങൾ കണ്ട് വേണ്ടത് എഴുതി വെച്ചോണം. കാരണം ആയിരക്കണക്കിന് വീഡിയോ ഉണ്ട്. എനിക്കറിയില്ല ഇത് ഏതൊക്കെ വീഡിയോയിൽ എന്തൊക്കെയാണെന്ന്. അത് നമ്മൾ പറഞ്ഞു പോകുന്നു, പറയുന്നത് ആത്മാർത്ഥമായിട്ട് പറയുന്നു. പക്ഷേ ഇതേത് വീഡിയോയിലാണെന്ന് കണ്ടുപിടിക്കുന്ന ആരും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആവശ്യമുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിലേതൊരു ആവശ്യമാണ് വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ ഈ 1000ന് മേലുള്ള വീഡിയോയിലെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് വേറെ എങ്ങൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല, ആരും പറഞ്ഞു തരത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആവശ്യമുണ്ടേ എഴുതി വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടേ എഴുതി വെക്കുക. ഞാൻ എൻ്റെ ഒരാൾക്കെങ്കിലും പ്രയോജനം കിട്ടട്ടെ എന്ന രീതിയിൽ പറഞ്ഞു തരുന്നു. സമയത്തിന് അന്വേഷിച്ചാണോ ഇതൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരികയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഹസ്തരേഖ ഇവയൊക്കെ നോക്കാനൊന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്യും. അത് ചിലപ്പം ഒരുപാട് നാളായിട്ട് ബുക്കിങ്ങിൽ കിടക്കുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലും ഒക്കെ ഇരിക്കും. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. നല്ല ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും നല്ല പ്രാർത്ഥനകളും നല്ല കാര്യങ്ങളൊക്കെ പറയത്തുള്ളൂ. അതൊക്കെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും, ചെയ്യേണ്ട രീതി ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ അതൊക്കെ ഒരു മനസ്സിരുത്തി ചെയ്യണം. വെപ്രാളമുള്ളവരും മനസ്സിൽ ഒരുപാട് വിഷമം, ഞാൻ വളരെ നിരാശയുള്ളവരും അല്ലെങ്കിൽ രക്ഷപ്പെടത്തില്ലെന്ന് ഉറപ്പുള്ളവരും ഒക്കെ ഇത്തരം കാര്യങ്ങൾ നല്ലതായിട്ട് ചെയ്യാൻ സാധിച്ചെന്ന് വരത്തില്ല. ചെയ്യാൻ പറ്റുന്നവർ, നോക്കാൻ താല്പര്യമുള്ളവർ റിപ്ലൈ ചെയ്യുക. ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ വഴി പറഞ്ഞു കൊടുക്കും. അത് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് വിശദമായിട്ട് പരിശോധിച്ച് അതിൻ്റെ ഫീസും കാര്യങ്ങളും ലളിതമായ ഇതേ വരത്തുള്ളൂ. ഫീസ് തുച്ഛമായ ഇതൊക്കെ പറയത്തുള്ളൂ. കാരണം
അതെല്ലാവർക്കും കൂടുതൽ അപ്പോൾ ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നമുക്കും ഞാനും ശിവനെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പം നമ്മളെല്ലാം ഒരു ഭഗവാന്റെ ഒരു 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 ഇതനുസരിച്ച് നമ്മൾ ചെയ്യത്തുള്ളൂ. കാരണം എല്ലാത്തിനും ഒരു നമ്മളിപ്പം എത്രയോ നേരം കഷ്ടപ്പെട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 4 പീസ് പോലും നമ്മൾ പറയത്തില്ല, ഒരു ചെറിയ തുകയെ പറയത്തുള്ളൂ. അത് അതിനെക്കാട്ടിലും ഒരുപാട് ആ ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ. അതുപോലെ ആരും പറഞ്ഞു കൊടുക്കത്തില്ല, അതുപോലെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ ആവശ്യമുണ്ട് ചെയ്യുക, അവനവനാവശ്യമുണ്ട് ചെയ്യുക. എനിക്ക് നിർബന്ധമൊന്നുമില്ല, കാരണം ഉള്ളവർക്ക് തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ചെയ്തവർക്കറിയാം, അവരുടെ തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഇതാണ് സാഹചര്യം. അപ്പോൾ നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. എൻ്റെ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെ മനസ്സിലാക്കുക. ഇനി വിഷയത്തിലേക്ക് വരിക. വിളക്കിൻ്റെ മുന്നിൽ രാവിലെ കൈയും കാലും മുഖവും കഴുകിയ ശേഷം, കുളിച്ചിട്ടാണേലും ഒന്നുകൂടെ കാലും കൈ മുഖവും ഒന്ന് നനച്ച ശേഷം വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഈ പറയുന്ന ഒരു വിദ്യ ചെയ്യുക. ഇപ്പോൾ വിളക്കിൻ്റെ മുന്നിൽ നിന്നെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് വിളക്കിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിലെ ആ ഈശ്വരീയമായ ആ ഒരു ചിന്തയെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ശക്തിമത്താക്കുന്നത് നമ്മൾ വിളക്കിൻ്റെ മുന്നിൽ ഇരുന്ന് നാമങ്ങൾ ജപിച്ചാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അഗ്നിയുടെ മുന്നിൽ വിളക്കിൻ്റെ മുന്നിൽ ഇരുന്ന് നാമങ്ങൾ ജപിക്കുമ്പോൾ കൂടുതൽ നമ്മുടെ ഉള്ളിലെ ആ ഈശ്വരബോധം കൂടുതൽ ശുദ്ധീകരിക്കാനും കൂടുതൽ പവർഫുൾ ആകാനും അത് ഉപകരിക്കും. കാരണം അഗ്നിയെ നോക്കി മന്ത്രം ചൊല്ലുക, അഗ്നിയുടെ സമീപം ഇരുന്ന് മന്ത്രം ജപിക്കുക, ഇതൊക്കെ നമ്മൾ പുരാതന കാലം മുതലേ ഈ അഗ്നിയെ ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഉപയോഗിച്ചിരുന്നു. ഹോമാദികൾ, അതുപോലെ ഈ അഗ്നിയെ ധൂനിയെ നോക്കി മന്ത്രം ജപിക്കുക. ഹോമത്തിൽ, അതായത് ഏത് കാര്യത്തിനും ഹോമങ്ങൾ ചെയ്യുമ്പോൾ അഗ്നിയെ സാക്ഷിയാക്കിയാണ് മന്ത്രങ്ങൾ ജപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അഗ്നിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ചെയ്യുന്ന മന്ത്രങ്ങളെല്ലാം കൂടുതൽ ഫലവത്താണ്. അത് കൂടുതൽ നമ്മുടെ ഉള്ളിലെ ആത്മീയതയെ ബലപ്പെടുത്തുന്നതാണ്, നമ്മുടെ ആത്മീയമായ ചിന്തകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ്. അതാണ് ഈ ശൈവസിദ്ധന്മാർ, അതായത് ഗോരക്കരെ പോലുള്ള മഹാഗുരുക്കന്മാർ ഈ ധൂനി എന്ന് വെച്ചാൽ ദീപം, അഗ്നിയുടെ മുന്നിൽ അഗ്നിയെ നോക്കി ശിവമന്ത്രങ്ങൾ ജപിച്ചിരുന്നു. അതുപോലെ തന്നെ ത്രാടകം എന്ന വിദ്യയിൽ ദീപം തെളിയിച്ച് ദീപത്തെ നോക്കി ശിവമന്ത്രങ്ങൾ ജപിക്കുന്ന ഒരു രീതിയുണ്ട്. അഗസ്ത്യരുടെ ചില താളിയോല രഹസ്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ചെയ്യേണ്ടത് എന്നറിയണം. അങ്ങനെ അറിഞ്ഞ് ചെയ്യുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞത്, വെറുതെ ഒരു കാര്യം ചെയ്താൽ ബലം ഉണ്ടാകത്തില്ല. നിങ്ങളുടെ സങ്കല്പത്തിന്, നിങ്ങളത് ഉൾക്കൊള്ളുന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ബലം വരുന്നതും വരാത്തതല്ല. ശരിയായിട്ട് ചെയ്യുന്ന ആ കാര്യത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് എന്തിനു വേണ്ടി എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ചെയ്യുന്നതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ഇനി വിളക്ക് 5 തിരിയാനായിട്ട് കത്തിക്കണം, അതിനകത്ത് ഒരു സംശയവും വേണ്ട. 2 തിരിയായിട്ട് കത്തിക്കുന്നിടത്തെല്ലാം ദാരിദ്ര്യം, കലഹം, മനസ്സിന് എപ്പോഴും വിഷമങ്ങളെ ഇങ്ങനെയൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. വെളിച്ചെണ്ണ അല്ല ഉപയോഗിക്കേണ്ടത്, എള്ളെണ്ണ തന്നെ ഉപയോഗിക്കണം. ഐശ്വര്യം വേണ്ടിടത്തൊക്കെ അത് ചെയ്യണം, വേണ്ടാത്തവർ ചെയ്യണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൃത്യം കാര്യമാണ് പറഞ്ഞതാണ്. ആവശ്യമുള്ളവർ ചെയ്യുക. 5 തിരിയാനായിട്ട് കത്തിക്കണം. അപ്പം വിളക്കിൻ്റെ എള്ളെണ്ണ ഉപയോഗിച്ച് കത്തിക്കുക. വിളക്കിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾ വിളക്കിൻ്റെ നാളത്തെ നോക്കി, വിളക്കിൻ്റെ ഒരു നാളത്തേലോ 5 നാളത്തേലോ ഒന്നിച്ച് നോക്കുക, എങ്ങനെ വേണേലും ചെയ്യാം. അപ്പോൾ വിളക്കിൻ്റെ 5 നാളത്തേലും കൂടെ നോക്കാം, അല്ലെങ്കിൽ ഒരു നാളത്തെ നോക്കാം, എങ്ങനെ വേണേലും നോക്കാം. വിളക്കിൻ്റെ നാളത്തെ നോക്കി ഈ പറയുന്ന ഒരു ബീജം, ഒരു അക്ഷരം ഉരുവിടണം. അത് ഇതുവരെ ഞാൻ പറയാത്തൊരു രഹസ്യമാണ് പറഞ്ഞു തരുന്നത്. ഇത് ഏറ്റവും വലിയൊരു രഹസ്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ശിവോഹം ഇതാരും പറഞ്ഞു തരത്തില്ല ഇതുപോലെ. ഇതൊക്കെ ഒരുപാട് ശൈവസിദ്ധന്മാരും ഒക്കെ ഉപയോഗിച്ചിരുന്ന വിദ്യകളാണ്. ഞാൻ നിങ്ങൾക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. അതേ രീതിയിലല്ല പറഞ്ഞു തരുന്നത്, അതിൻ്റെ ലളിതമായൊരു വേർഷനാണ് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങളുടെ ഇടത് മൂക്കിൽ കൂടി, ആ ഇടത് മൂക്കിൽ കൂടിയല്ല, നിങ്ങളുടെ വലത് മൂക്കിൽ കൂടി, ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ വലത് മൂക്കിൽ കൂടി ശ്വാസം എടുത്തിട്ട് ക്ലീം, ശ്വാസം നിങ്ങളുടെ വലത് മൂക്കിൽ കൂടി എടുക്കുക. വലത് മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് ഇവിടെ ക്ലീം എന്ന് ജപിച്ചിട്ട് ശ്വാസം ഇടത് മൂക്കിൽ കൂടി വിടുക.
മുഴുവൻ കേൾക്കണം കേട്ടോ. ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ട വിധം അങ്ങോട്ട് പറഞ്ഞു തരും. ഇപ്പം ഞാനൊന്ന് ഓടെ പറഞ്ഞു തരിക. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം. നിങ്ങളുടെ വലതു മൂക്കിൽ കൂടി ശ്വാസമെടുത്ത് ഈ നെറ്റിയുടെ അവിടെ ക്ലീം എന്ന് മനസ്സിൽ ജപിച്ച് ഇതെല്ലാം മനസ്സിലാണ് ജപിക്കുന്നത്. വലതു മൂക്കിൽ കൂടി ശ്വാസം വിടുക. വലതു മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് ഈ നെറ്റിയുടെ അവിടെ ക്ലീം എന്ന് ജപിച്ച് ഒരു തവണ ജപിച്ചാൽ മതി. നിങ്ങളുടെ വലതു മൂക്കിൽ കൂടി വിടുക. അപ്പം ഇടതു മൂക്കിൽ കൂടി എടുത്ത് ക്ലീം എന്ന് ജപിച്ച് വലതു മൂക്കിൽ കൂടി വിടുക. വലതു മൂക്കിൽ കൂടെ എടുത്ത് ക്ലീം എന്ന് ജപിച്ച് ഇടതു മൂക്കിൽ കൂടി വിടുക. ഇതാണ് ശരിയായിട്ടുള്ള വിദ്യ. ഇനി ഇതിനകത്ത് സംശയമൊന്നും വേണ്ട. ഞാൻ വ്യക്തമായിട്ടാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി മാറി പോയാലും നിങ്ങൾക്ക് തെറ്റായിരിക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞതാണ് ശരിയായിട്ടുള്ള വിദ്യ. ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ആദ്യം വലതു മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് ക്ലീം എന്ന് ഇവിടെ പിടിച്ച് നിങ്ങൾ ഇടതു മൂക്കിൽ കൂടി വിടുക. ഇടതു മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് ക്ലീം എന്ന് നെറ്റിയിൽ ജപിച്ച് വലതു മൂക്കിൽ കൂടെ വിടുക, വിളക്കിൻ്റെ നാളത്തെ നോക്കി. ഇനിയാണ് ഇതിൻ്റെ രഹസ്യം കിടക്കുന്നത്. ഇത് നിങ്ങളിങ്ങനെ ശ്വാസം നിങ്ങൾ മൂക്കിൽ കൂടി ഇങ്ങനെ എടുക്കുകയൊന്നും വേണ്ട. എടുക്കുന്നതിലല്ല കാര്യം, അവിടെയാണ് ഇതിൻ്റെ കളി കിടക്കുന്നത്. നമ്മുടെ ഈ എല്ലാവരും പഠിപ്പിച്ചു തരുന്നത് അങ്ങനെ ചെയ്യാൻ ഒക്കെ ആയിരിക്കും, പക്ഷെ അതല്ല ശരിക്കുമുള്ള വിദ്യ. ഞാൻ ഒരു പടി കൂടെ മുന്നോട്ട് ആണ് പറഞ്ഞു തരുന്നത്. ഒരു പടിയും കൂടെ മുന്നോട്ടുള്ള ഒരു സംഭവമാണ് പറഞ്ഞു തരുന്നത്. അതായത് മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. നിങ്ങളുടെ ഇപ്പം വലത്തു മൂക്കിൽ കൂടി ശ്വാസം എടുക്കുന്നതായിട്ട് മനസ്സിൽ ചിന്തിച്ചാൽ മതി, എടുക്കണ്ട. എന്നിട്ട് ഇവിടെ വന്ന് ക്ലീം എന്ന് ജപിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഇടതു മൂക്കിൽ കൂടി ശ്വാസം വിടുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. അതുപോലെ ഇടതു മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് ക്ലീം എന്നിവിടെ ജപിച്ച് വലതു മൂക്കിൽ കൂടി ശ്വാസം വിടുന്നതായിട്ട് സങ്കല്പിച്ചാൽ മതി. അപ്പം ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്നത് തെറ്റിപ്പോകരുത്. ചിലപ്പം മനുഷ്യനാണ് പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഇടയ്ക്ക് തെറ്റിപ്പോകും. അതുകൊണ്ട് ഒന്നുകൂടെ പറയുകയാണ്. ആദ്യം വലതു മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് നെറ്റിയിൽ ക്ലീം എന്ന് ജപിച്ച് ഇടതു മൂക്കിൽ കൂടി വിടുക. പിന്നീട് ഇടതു മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് നെറ്റിയിൽ ക്ലീം എന്ന് ജപിച്ച് വലതു മൂക്കിൽ കൂടി വിടുക. ഇതാണ് യഥാർത്ഥ വിദ്യ. തെറ്റിപ്പോകാതിരിക്കാനാണ് പറഞ്ഞത്. ഒരു സംശയത്തിന് കാര്യമില്ല. അത് വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ഈ പറഞ്ഞത് കേൾക്കുക. ഇതാണ് യഥാർത്ഥ വിദ്യ. ഇത് മനസ്സുകൊണ്ട് ചെയ്യണം. അതായത് നിങ്ങൾ ശ്വാസം എടുക്കുക വിടുക ഒന്നും വേണ്ട. ശ്വാസം സാധാരണ പോലെ എടുക്കുകയും വിടുകയൊക്കെ ചെയ്യാം. മനസ്സിൽ സങ്കല്പിച്ചാൽ മതി ഇങ്ങനെ ചെയ്യുന്നതായിട്ട്, നിലവിളക്കിൻ്റെ നാളത്തെ നോക്കി. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനപ്പുറത്തൊരു വിദ്യയില്ല. ഇങ്ങനെയും ചില വിദ്യകളുണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പരമവശ്യമാണ്, ധനവശ്യമാണ്, സർവവശ്യമാണ്, രാജവശ്യമാണ്, ജനവശ്യമാണ്, പുരുഷവശ്യമാണ് എന്ന് വേണ്ട. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ശരിയായിട്ട് മനസ്സടക്കത്തോടെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിയോ. അത് കഴിഞ്ഞ് നിങ്ങൾ റോഡിൽ കൂടെ പോകുമ്പോൾ അതുവരെ മിണ്ടാത്തത് നിങ്ങളെ പരിചയമുള്ളവർ മൈൻഡ് ചെയ്യാത്തവർ നിങ്ങളെ ഇങ്ങോട്ട് വിഷ് ചെയ്തു നോക്കിയോ. അപ്പോൾ മനസ്സിലായത് വർക്കൗട്ടായി തുടങ്ങി. പറഞ്ഞാൽ മനസ്സിലായോ? അതുപോലെ തന്നെ പൈസയും വരും. അതാണ് ഈ വിദ്യയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് മനസ്സുകൊണ്ട് ചെയ്താൽ മതി, സങ്കല്പിച്ചാൽ മതി. വലതുമുഖി കൂടെ ശ്വാസം വരുന്നതായിട്ട് സങ്കല്പിച്ച് നെറ്റിയിൽ ക്ലീം എന്ന് സങ്കല്പിച്ച് ഇടതുമുക്കിൽ കൂടി ശ്വാസം പോകുന്നതായിട്ട് സങ്കല്പിച്ചാൽ മതി. അല്ല ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യേണ്ട, സങ്കല്പമാണ്. അതുപോലെ ഇടതുമുക്കിൽ കൂടി ശ്വാസം എടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് നെറ്റിയിൽ ക്ലീം എന്ന് ജപിക്കുന്നതായി സങ്കല്പിച്ച് വലതുമുക്കിൽ കൂടെ ശ്വാസം പോകുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ ശ്വാസം എടുക്കുകയും വിടുകയും ഒന്നും ചെയ്യണ്ട, സങ്കല്പം മാത്രം മതി. ഈ ഒരു രഹസ്യവിദ്യ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ചെയ്യാം. അപ്പോൾ വിളക്കിൻ്റെ നാളത്തെ നോക്കി ചെയ്യണം. ഇത് ഒരു തവണ ചെയ്താലും മതി. ഒരു തവണയെന്ന് പറഞ്ഞാൽ ഇപ്പം വലതുമുക്കിൽ കൂടെ എടുത്ത് ക്ലീം ജപിച്ച് ഇടതുമുക്കിൽ കൂടെ വിട്ട് ഇടതുമുക്കിൽ കൂടി ശ്വാസം എടുത്ത് ക്ലീം എന്ന് ജപിച്ച് വലതുമുക്കിൽ കൂടെ ശ്വാസം വിടുമ്പോഴാണ് ഒരു സെറ്റാകുന്നത്, ഒരു വിദ്യ. അപ്പോൾ അത് വിടണ്ട, സങ്കല്പിച്ചാൽ മതി കേട്ടോ. ശ്വാസം എടുക്കുകയും വിടുകയൊന്നും വേണ്ട, സങ്കല്പിച്ചാൽ മതി. ഇത്
പരമമായ ഒരു വിദ്യയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പല സിദ്ധവിദ്യകൾ അല്ലെ പല ശിവവിദ്യകളും അവർ സങ്കല്പത്തിലൂടെയാണ് ആ വിദ്യയിൽ അത് വശപ്പെടുത്തുന്നത്. അത് മനസ്സ് ആ സങ്കല്പിച്ച് കഴിയുമ്പോൾ, പൂർണ്ണമായിട്ടും അത് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ആ വിദ്യ അത് യാഥാർത്ഥ്യമായിട്ട് വരും. ആ ക്ലെയിമിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങളിലേക്ക് വരും. ക്ലെയിം സർവ രഹസ്യങ്ങൾ അടങ്ങിയ ഒരു ബീജമാണ്. കൃഷ്ണൻ്റെയും ഭദ്രകാളിയുടെയും അതുപോലെ ശിവൻ്റെ ചില രഹസ്യ മന്ത്രങ്ങളിലും അതുപോലെ ഈ ശൈവസിദ്ധന്മാർ ചില രഹസ്യ വിദ്യകളിലൊക്കെ ക്ലെയിമുണ്ട്. ക്ലെയിം അറിവിൻ്റെ ശക്തിയുടെ അതുപോലെ ആകർഷണത്തിൻ്റെ പരമമായ അറിവിൻ്റെ പരമമായ അറിവ് ജ്ഞാനം തന്നെയാണ് ശക്തി. പരമമായ ജ്ഞാനവും അറിവും രണ്ടാണ് കേട്ടോ. അറിവും ജ്ഞാനവും രണ്ടാണ്. അറിവെന്ന് വെച്ചാൽ നമ്മൾ അറിയുക, ജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവിക്കുക. അനുഭവിച്ചുണ്ടാകുന്ന അറിവാണ് ജ്ഞാനം. രണ്ടാണ് കേട്ടോ. അത് ഗുരുവിനെ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. ജ്ഞാനം അറിവ് നിങ്ങൾക്ക് എല്ലായിടത്തു നിന്നും കിട്ടും. ആചാര്യന്മാരിൽ നിന്ന് കിട്ടും, നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് കിട്ടും, പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും. അത് അറിവ്. ജ്ഞാനം അനുഭവിച്ചുണ്ടാകുന്ന അറിവാണ്. അത് ഗുരുവിന് മാത്രമേ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് രണ്ടാണെന്നറിയുക. ഗുരു ആചാര്യനും രണ്ടാണ് കേട്ടോ. ഗുരു എന്ന് പറഞ്ഞാൽ അനുഭവിച്ച കാര്യമാണ് ഗുരു ശിഷ്യന് നൽകുന്നത്. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ശേഖരിച്ച കാര്യം അല്ലെ അറിവ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഗുരു മിക്കവാറും ഒരു തപസ്വിയോ ഒരു മഹാജ്ഞാനിയോ അനുഭവമുള്ള ആളോ ആ ഒരു വിദ്യയിൽ പ്രാവീണ്യം നേടിയ ആളോ ആ വിദ്യ അനുഭവിച്ച് ശിഷ്യൻ ആ ചൈതന്യം കൂടെ ഗുരു പകർന്നു കൊടുക്കുന്നത്. ഗുരുവിൻ്റെ തപസ്സിൻ്റെ ഗുരുവിൻ്റെ പുണ്യത്തിൻ്റെ ആ ഒരു ചൈതന്യം കൂടാണ് ഗുരു ശിഷ്യന് പകർന്നു കൊടുക്കുന്നത്. അതാണ് ഗുരുവിൻ്റെ പ്രത്യേകത. ഗുരു പരമശിവൻ തന്നെയാണ്. ഗുരു സർവസ്വമാണ്. ഗുരുവിനെ ഒരാളുടെ പുണ്യപാപങ്ങളെ ഒക്കെ ഒരു നിയന്ത്രിക്കാനും പാപങ്ങളെ ന്യൂട്രലൈസ് ചെയ്യാനും നിർവീര്യമാക്കാനും കർമ്മദോഷങ്ങളെ ഇല്ലാതാക്കാനും ആർക്ക് കഴിയും? ഗുരുവിന് കഴിയും. ഗുരുവിനെ കഴിയൂ, ആചാര്യന് കഴിയണമെന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരു തപസ്വിയായിരിക്കും. ഗുരു എന്ന് പറഞ്ഞാൽ ഒരു പടി മുന്നിലാണ്. ആചാര്യനെ ആചരിച്ച് കാണിക്കുന്ന കാര്യങ്ങളാണ്. ആചാര്യൻ അറിവിൽ കൂടെ എല്ലാം മനസ്സിലാക്കി തരും. ഗുരു ഒരൊറ്റ വിദ്യയായിരിക്കും ഗുരു തരുന്നത്. ഗുരു ഒരുപാട് വിദ്യകളോ ഒരുപാട് അറിവുകളോ ഒന്നും പറഞ്ഞു തരത്തില്ല. ഒരു വിദ്യയായിരിക്കും തരുന്നത്. പക്ഷെ അതിലൂടെ ആത്മബോധം, ഈശ്വരബോധം ഉണ്ടാകാനും സർവം ഗ്രഹിക്കാനും എല്ലാ അറിവുകളുടെ അപ്പുറത്തുള്ള മഹാജ്ഞാനത്തിലേക്ക്, ഉള്ളിലെ സൂക്ഷ്മബോധത്തിലേക്ക്, നമ്മുടെ എല്ലാ ഉള്ളിലും സൂക്ഷ്മബോധമുണ്ട്. ആ സൂക്ഷ്മബോധത്തെ ഏത് വിധേനയും ഉണർത്തിക്കഴിഞ്ഞാൽ ഈശ്വരാനുഭവം ഉണ്ടാകും. അത് ഏത് വിധേനയും, അതിന് ഇന്ന വിദ്യയൊന്നുമില്ല. രാമൻ്റെ വിദ്യ ചെയ്താലും, കാകാവിശുണ്ട് രാമമന്ത്രം കൊണ്ട് ഒരുപാട് വിദ്യയുണ്ട്. അത് ചെയ്താലും, ശിവവിദ്യ ചെയ്താലും, ക്രിയാകുണ്ടലി പ്രാണായാമം ചെയ്താലും, ഭദ്രകാളിയുടെ വിദ്യ ചെയ്താലും എന്ന് വേണ്ട ഒരുപാട് വിദ്യകളുണ്ട്. വല്ലലാർ സ്വാമിയുടെ വിദ്യ ചെയ്താലും, ഘോരക്കറുടെ വിദ്യ ചെയ്താലും, ഭോഗനാഥരുടെ വിദ്യ ചെയ്താലും, ഏത് വിദ്യ ചെയ്താലും ആ ഒരു വിദ്യ തന്നെ മതി ഉള്ളിലുള്ള ആത്മീയ ബോധം ഉണർത്താൻ പര്യാപ്തമെങ്കിൽ അതാണല്ല. പറഞ്ഞ മനസ്സിലായി. എല്ലാം കൂടെ ചെയ്യണമെന്ന് എല്ലാം അറിയുന്നതിലൊന്നും കാര്യമില്ല. അപ്പോൾ അതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരബോധത്തെ ഉണർത്തുന്ന ഒരു കാര്യങ്ങൾ ഏതാണേലും നിങ്ങളിൽ മാറ്റം സൃഷ്ടിക്കും. അതേ നിങ്ങളിൽ മാറ്റം സൃഷ്ടിക്കത്തുള്ളൂ. അറിയുന്ന കാര്യങ്ങളോ കേൾക്കുന്ന കാര്യങ്ങളല്ല, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഈശ്വരബോധത്തെ, ഉള്ളിലെ ചൈതന്യത്തെ ഉണർത്തുക. അതുകൊണ്ടാണ് ക്ലീമൊന്ന് ജപിക്കുമ്പോൾ ഇവിടെ ജപിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ ആജ്ഞാചക്രം ശരിക്കും ഇങ്ങനൊരു വര വരച്ചാലും ഇവിടെ നിന്നൊരു വര വരച്ചാലും നാലും കൂടുന്ന ജംഗ്ഷനിലാണെങ്കിൽ പോലും നമ്മൾ സാമാന്യക്കാർ ഇവിടെ മന്ത്രം സങ്കല്പിച്ച് ജപിക്കുന്നതായി സങ്കല്പിച്ചാൽ ഒരു ആജ്ഞയുടെ ഒരു എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഈ ആജ്ഞയുമായിട്ട് കണക്റ്റ് വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഈശ്വരാനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ക്ലെയിം അങ്ങനെ ജപിക്കുന്നത്. അപ്പോൾ ഇത് വേറൊരു രീതിയിലും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാം. ഈ ഉള്ളം കൈയിൽ പണം വെച്ച്, അത് ഈ ഇടത് കൈ വെക്കണം, പണം വെച്ച് ഈ വിദ്യ ചെയ്താൽ നിങ്ങൾക്ക് നല്ല സാമ്പത്തികം കയ്യിലോട്ട് വരാൻ വേണ്ടി ഉപകരിക്കും. അതുപോലെ പണം നിങ്ങൾ എവിടെ വയ്ക്കുമ്പോഴും ഈ വിദ്യ ചെയ്തിട്ട് പണം വെച്ചാലും ഇടത് കൈ കൊണ്ട് കേട്ടോ, പണം വെച്ചാലും പണം വർദ്ധിച്ചു വരും. അങ്ങനെയും ചെയ്യാം, ഇതിൻ്റെ കൂടെ ചെയ്യാം. അത് വളരെ ഒരു സാമ്പത്തികം വർദ്ധിച്ചു വരാൻ ഉപകരിക്കും. വിളക്കിൻ്റെ മുന്നിൽ ചെയ്യുന്ന വിദ്യ സാമ്പത്തികം വർദ്ധിച്ചു വരാനും സകല വശ്യമുണ്ടാകാനും സകല ജ്ഞാനമുണ്ടാകാനും എല്ലാത്തിനും ഉപകരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക, അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ഇനിയും പറയുന്നത് ഭദ്രകാളിയുടെ അപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയാം. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ
വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ നിന്ന് വടക്കോട്ട് നോക്കി മഹാലക്ഷ്മിയുടെ ഒരു മന്ത്രം ജപിക്കാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ആ വീഡിയോയിൽ ഇടയ്ക്ക് തെക്ക് കിഴക്കെന്നുള്ളത് തെക്ക് പടിഞ്ഞാറെന്ന് പറഞ്ഞിട്ടുണ്ട്. സദയം ക്ഷമിക്കുക, തെക്ക് കിഴക്കാണ്, ഒരു ഡൗട്ടിൻ്റെയും കാര്യമില്ല. ചിലപ്പോൾ പറയുമ്പോൾ മാറിപ്പോകുന്നതാണ്. നമ്മൾ ഇതെല്ലാം പലതും ഓർത്താണല്ലോ പറയുന്നത്, അപ്പോൾ ചിലപ്പം തെറ്റിപ്പോകുന്നതാണ്. ഒന്നുകൂടി ഞാൻ പറയാം. തെക്ക് കിഴക്കേ മൂലയിൽ നിന്ന് വടക്കോട്ട് നോക്കിയാണ് മഹാലക്ഷ്മിയുടെ ആ മന്ത്രം ജപിക്കേണ്ടത്. ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ. ഇത് രാവിലെ കൈയും കാലും മുഖവും കഴുകിയിട്ട് വേണം. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലെ കാര്യമാണ്. അത് പലരും സംശയം ചോദിച്ചുകൊണ്ട് ഞാനൊന്ന് ക്ലിയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഏതൊരു കാര്യം സാധിക്കാനും വേണ്ടി രാവിലെ കുളിച്ചീറനോടെ തല തോർത്താതെ വസ്ത്രം ധരിച്ചു തന്നെ കുളിച്ചീറനോടെ കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഭദ്രകാളിക്ക് നിങ്ങൾ ഒരു 6 നാഴി പായസം നേരുക. വാഗൊണ്ട് ഉച്ചരിച്ച് വേണം. നടന്നു കഴിയുമ്പോൾ ഒന്ന് ചെയ്തേക്കാമെന്ന് പറയുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. പെട്ടെന്ന് തല തോർത്തി വലതുകാലം വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുക. കൃത്യം ഭദ്രകാളി മനസ്സ് ചെന്നാൽ അങ്ങനെ നേർന്നവർക്കൊക്കെ ആ കാര്യങ്ങൾ സാധിച്ച് കിട്ടിയിട്ടുണ്ട്. എന്ത് കാര്യവും, നിങ്ങളുടെ ഒരു ജോലി ആയിക്കോട്ടെ, ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ വിദേശവാസം ആയിക്കോട്ടെ, നിങ്ങളുടെ എന്ത് കാര്യവും അങ്ങനെ നേരം. നിങ്ങളിപ്പോൾ ഒരു കാര്യം കാണാതെ പോയതായിക്കോട്ടെ, നിങ്ങളുടെ കിട്ടാനുള്ള പൈസ ആയിക്കോട്ടെ, ഏത് കാര്യത്തിന് നേരം, സ്ഥലം വിൽക്കാനുള്ള കാര്യമായിക്കോട്ടെ, സ്ഥലം മേടിക്കാനുള്ള കാര്യമായിക്കോട്ടെ, നിങ്ങൾക്കൊരു കടമുറി ഉണ്ടെങ്കിൽ വാടകയ്ക്ക് പോകുന്നില്ലെങ്കിൽ അതിനായിക്കോട്ടെ, ഇതെല്ലാം ഓരോരുത്തർക്ക് ഞാൻ ചെയ്ത അനുഭവമുള്ള കാര്യമാണ്. അതുകൊണ്ട് അതൊക്കെ എടുത്തു പറയുന്നത്. ഇങ്ങനെയുള്ള ഏത് കാര്യത്തിനും പ്രയോജനപ്പെടുത്താം, ഏത് കാര്യത്തിനും പ്രയോജനപ്പെടുത്താം. നല്ല കാര്യത്തിന് 6 നാഴി പായസം കേട്ടോ. ഇനിയും ഇപ്പം നിങ്ങളൊരു സാധനം കാണാതെ പോയാൽ 2 പേരുടെ ആധാരം കാണാതെ പോയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനീ പറഞ്ഞു കൊടുത്ത് ഒരിക്കലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ മെസ്സേജ് ചെയ്തതാണ്. ഇന്ന് വാട്സപ്പിൽ ഞാൻ കണ്ട മെസ്സേജാണ്. അവരുടെ ആധാരം തിരിച്ചു കിട്ടി. അവർ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. സാറിന് എന്ത് തരണമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. എനിക്കൊന്നും വേണ്ട, അവരുടെ സന്തോഷം മതി. അപ്പോൾ ഇങ്ങനെ ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത പ്രയോജനം കിട്ടിയിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. അത് നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ അത് പ്രയോജനം ലഭിക്കും. അതുപോലെ നേരത്തെ ഒരാളുടെ ഒരു ആധാരം കാണാതെ പോയപ്പം ഞാൻ ഒരിടത്ത് ചായ കുടിക്കാൻ ചെന്നപ്പം അവിടെ അവർ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. സത്യത്തിൽ ഞാൻ അങ്ങോട്ടൊന്നും ആരോടും പറയത്തില്ല. എന്നോട് ചോദിക്കാൻ മാത്രമേ അഭിപ്രായം പറയത്തുള്ളൂ. അങ്ങനെ ഒരു രീതിയാണ് എൻ്റേത്. ഞാൻ അങ്ങോട്ട് എൻ്റെ ഏത് രഹസ്യവിദ്യ ആണേലും ഞാൻ ഒരു കാര്യവും ചിലപ്പോൾ എനിക്ക് പലതും പറഞ്ഞു കൊടുക്കാൻ പറ്റും, പക്ഷേ അങ്ങോട്ട് ഞാൻ സംസാരിക്കത്തില്ല. അവരെന്നോട് ചോദിച്ചാൽ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു സാഹചര്യമാണെങ്കിൽ മാത്രമേ പറയത്തുള്ളൂ. അപ്പം അവരുടെ വിഷമം കണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അവരുടെ ആധാരം കാണാതെ പോയിട്ട് കുറേ നാളായി. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ ഭദ്രകാളിയുടെ പുളിച്ചീറനോടെ ഈ വസ്ത്രം ധരിച്ച് തന്നെ ഈറനോടെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഭദ്രകാളിക്ക് 6 നാഴി പായസം നേരുക. നേർന്നിട്ട് കൊണ്ട് തന്നെ പറയണം. നേർന്നിട്ട് ഇത് കിട്ടിക്കഴിയുമ്പം വന്നോടെ 6 നാഴി പായസം കഴിച്ചേക്കാം എന്ന് പറയുക. ഇത് പെട്ടെന്ന് തല വർത്തിക്കണമെന്ന് പറഞ്ഞു. അവർ ഒരു ക്രിസ്തീയ വിശ്വാസത്തിലുള്ള ഒരു ആളായിരുന്നു. എന്നിട്ട് പോലും അവർക്ക് ആധാരം കിട്ടി. എൻ്റെ കയ്യിലാണ് 6 നാഴി പായസത്തിന് പൈസ എന്ന്. അപ്പം എന്നിട്ട് അവർ 6 നാഴി പായസത്തിന് 600 ആയിരുന്നു. എൻ്റെ 500 തന്നുള്ളൂ. ഞാനാ 100 രൂപയായിട്ട് കാണിച്ചു. പോട്ടെ, അതിൽ അവരുടെ കാര്യം നടന്നുള്ളൂ. ഞാനിപ്പോൾ അത് ചോദിക്കാനൊന്നും പോകുന്നില്ല. കാരണം പോട്ടെ, സന്തോഷമായി. അവർ ഒരു ഇല്ലായ്മക്കാരാണ്. അപ്പോഴേ അതെത്ര സന്തോഷം ഉണ്ടായി എനിക്ക്. കാരണം എനിക്ക് സന്തോഷമുണ്ടായി. അവരെ അത് കിട്ടിയല്ലോ, അതിലാണ് എന്ന് പറഞ്ഞ പോലെ. ഇന്നലെയും ഒരാൾ മെസ്സേജ് ചെയ്ത് അവർക്ക് ഇതുപോലെ ആധാരം കിട്ടിയെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടായി ഇതൊക്കെ പ്രയോജനപ്പെടുത്തുക. അതുപോലെ ഒരു കേസ് നിങ്ങളുടെ ഭാഗത്തൊരു ന്യായമുണ്ട്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കേസിലൊക്കെ അനുകൂലമായിട്ട് വരാൻ ഇങ്ങനെ ഭദ്രകാളി അമ്മയ്ക്ക് 6 നാഴി പായസം നേരാം. പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ വള്ളിയങ്കാവിലേക്ക് മുണ്ടക്കയം വള്ളിയങ്കാവിലമ്മയ്ക്ക് ഒരു കുമ്പളങ്ങ നേരുക. ഗുരുതി അല്ലെങ്കിൽ ഗുരുസയ്ക്ക് വേണ്ടി നല്ല രീതിയിലുള്ള സാത്വികമായ ഒരു പച്ചക്കറി കൊണ്ടുള്ള ഒരു വഴിപാടാണ് കുമ്പളങ്ങ നേരുക. നേർന്നു കഴിഞ്ഞ് നിങ്ങളുടെ കാര്യം നടന്നാൽ പോയി അവിടെ അത് കൊടുക്കുക. അത് വേണം ചെയ്യാം. അത് ചെയ്തവർ ഗൾഫിൽ ഇരുന്നുകൊണ്ട് അത് നേർന്ന മാത്രം ചെയ്ത ആൾക്ക് കേസിൽ നിന്ന് വിടുതലുണ്ടായി രക്ഷപ്പെട്ട അനുഭവം അവർ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. ഇനിയും നിങ്ങളുടെ കാര്യം നടന്നു പോയി കഴിയുമ്പോൾ അവിടെ കുമ്പളങ്ങ കൊണ്ട് കൊടുത്താൽ മതി ഗുരുസയ്ക്ക് വേണ്ടി. ഗുരുസയും ഗുരുതിയെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പം പിന്നെ അതുമല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചെയ്യേണ്ട ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അതുമല്ലെങ്കിൽ കൊച്ചു പനയന്നാർക്കാവെന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്.
ചെക്കുളത്താവ് കഴിഞ്ഞ് തലവടി ജംഗ്ഷനിൽ, വലിയ പനയനാർക്കാവല്ല, പരുമല പനയനാർക്കാവല്ല, ഈ ചെക്കുളത്താവ് കഴിഞ്ഞ് തലവടി ജംഗ്ഷനിൽ ഒരു കൊച്ചു പനയനാർക്കാവുന്ന അമ്പലമുണ്ട്. അവിടെ ദേവിക്ക് വഴിപാട്, അവിടെ ചെന്ന് അവർ പറഞ്ഞു തരും. ദേവിക്ക് വഴിപാട് ചെയ്ത ശേഷം ജഡ്ജിയമ്മാവിൻ്റെ ഒരു നടയുണ്ട്. ജഡ്ജിയമ്മാവെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും നേരെ മുണ്ടക്കായ വെച്ച് ചിന്തിക്കുന്നത്. ആ മുണ്ടക്കായത്തെ ആ ജഡ്ജിയമ്മാവിൻ്റെ കാര്യമല്ല. ചെക്കുളത്തുകാവ് കഴിഞ്ഞ് തലവടി ജംഗ്ഷനിൽ കൊച്ചു പനയനാർക്കാവുന്നൊരു അമ്പലമുണ്ട്. അവിടെ ഒരു ജഡ്ജിയമ്മാവനുണ്ട്. പേപ്പർ എഴുതി നിങ്ങളുടെ കേസ് സംബന്ധമായ കാര്യങ്ങൾ അവിടെ സമർപ്പിച്ചാൽ അച്ചട്ടാണ് കേട്ടോ. അത് അനുഭവമുണ്ട്, അത് അച്ചട്ടാണ്, അതിൻ്റെ അത് മാറ്റമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് സംശയം വരരുത്. ഭക്തിയോടെ വിശ്വാസത്തോടു കൂടി ചെയ്യണം. ദേവിക്ക് വഴിപാട് ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ. അവിടെ ചെന്നാൽ അവർ പറഞ്ഞു തരും. പേപ്പർ എഴുതി അവിടെ വെക്കുക കേസുകാർ. അനുഭവമുണ്ട്, അതുപോലെ അനുഭവമുണ്ട്. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് അത് ചെയ്ത് അവർക്കത് ഫലമായി. അത് വലിയ സന്തോഷമാണ്, ഭയങ്കര ഒരു അനുഭവമാണ്. ഇതിലേതെങ്കിലുമൊക്കെ ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഞാൻ ഇതിൽ കൂടെ വിശദമായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. എവിടെ ചെയ്താലും വിശ്വാസത്തോടു കൂടി ചെയ്യണം. ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ദേവിക്ക് അല്ലെ ജഡ്ജിയമ്മാനോട് പേപ്പർ എഴുതി വെച്ച് കഴിഞ്ഞ് പിന്നെ നടക്കുമോ എന്ന് ചിന്തിച്ച് ആ പണിക്ക് പോകരുത്. സംശയം ഉണ്ടെങ്കിൽ ആ പണിക്ക് പോകരുത്. കാരണം സംശയിച്ചാൽ ആ ദേവനല്ലേ ദേവിയുടെ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അവിടെ വഴിപാട് എഴുതി വെച്ചു, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, അവർ നോക്കിക്കോളും. അങ്ങനെയാണ് ഈ ആധാരം കിട്ടിയതും ഈ എല്ലാവരുടെയും 10,000 കണക്കിന് എത്രയും അനുഭവങ്ങൾ പല കാര്യങ്ങളും നടന്നത് ഞാനീ പറഞ്ഞ രീതിയിൽ ചെയ്താൽ. അങ്ങനെ ചെയ്യാനുള്ളവർ ചെയ്താൽ മതിയെന്നേ. സംശയമുള്ളവർ ചെയ്യേണ്ടെന്നേ. സംശയമുള്ളവർക്ക് അവർ ഇങ്ങനെ അലഞ്ഞു നടക്കാനാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം എനിക്ക് ജീവിക്കണം, എനിക്കൊരു കാര്യം നേടിയെടുക്കുന്നുണ്ട്, ആ രീതി അതിനെ ഫോളോ ചെയ്യണം. അങ്ങനെയുള്ളവർ ചെയ്താൽ മതി. ഞാനൊരു വർക്ക് എടുക്കുമ്പോഴാണെങ്കിലും ആദ്യം പറയും, ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യേണ്ടി വരും, പറയുന്ന സമയത്തിന് ചെയ്യേണ്ടി വരും, പറയുന്ന രീതി ചെയ്യേണ്ടി വരും. അല്ലേ വെറുതെ ചെയ്യണ്ട, എനിക്ക് സമയമില്ല, വെറുതെ എൻ്റെ സമയം കളയണ്ട. വർക്ക് ചെയ്യുക എന്നുള്ളതല്ല. ഒരാൾക്കൊരു ഉയർച്ച ഉണ്ടാകുമ്പോഴാണ് എനിക്കൂടെ അത് തൃപ്തി വരുന്നത്, ആ സന്തോഷം എനിക്ക് കിട്ടണം. അപ്പോൾ ഒരു ഉയർച്ച ഉണ്ടാകണം. അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. അല്ല ചുമ്മാ ഒന്ന് വർക്ക് ഞാൻ എടുക്കത്തില്ല. അപ്പോഴിനും വർക്ക് എടുത്താൽ പോലും അവരിട്ട പീസ് തിരിച്ചിട്ട് കൊടുക്കും ആ സെക്കൻഡിൽ. എനിക്ക് അങ്ങനെയുള്ള വർക്കും വേണ്ട. നമ്മളത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെയുള്ളവർ ചെയ്താൽ മതി. പറയാൻ മനസ്സിലായോ? അപ്പം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, അല്ലെ 3-4 കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ഒരു റെഫറൻസ് ഗ്രന്ഥം പോലെ. ഇതൊക്കെ നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലായോ? ആരുടെയും സഹായം വേണ്ട, സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒന്നും ആരും പറഞ്ഞു തരത്തില്ല. പണ്ട് ഞാൻ പുത്തങ്കാമ്പലത്തിൽ നിൽക്കുമ്പം ഒരു ആലപ്പുഴയിൽ നിന്ന് ഒരു പാർട്ടി വന്ന് അവരൊരു കേസ് വിജയിച്ചിട്ട് ഭദ്രകാളിയമ്മയ്ക്ക് ഇതുപോലെ അവർ ഈ കുളിച്ചീറനോടെ നേർന്നതാണ്. അവർ പന്തിരുന്നാഴിയാണ് നേർന്നത്. പന്തിരുന്നാഴിയും അറുനാഴിയും രണ്ടും നല്ലതാണ് കേട്ടോ. അന്ന് അവരോട് ഞാൻ പന്തിരുന്നാഴിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് 12 നാഴി നേരം, അല്ല 6 നാഴി നേരം. വലിയ കേസൊക്കെയാണ് 12 നാഴി നേരം. അപ്പോൾ അത് പുത്തങ്കാവിലമ്പലത്തിൽ വന്ന് ചെയ്തു. 4 കോടി ഉള്ള പുത്തങ്കാവിൻ്റെ കാര്യം പറഞ്ഞു. എൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ള പുത്തങ്കാമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞു. പുത്തങ്കാവ് ഒരുപാടുണ്ട്. ഇതുവർ വന്ന് ചെയ്തപ്പം അവിടെ ഒരു അമ്മ ഇരിപ്പുണ്ട്. ആ അമ്മയോട് പറഞ്ഞു, ഇന്ന ആൾ പറഞ്ഞത് കേട്ട് ഞങ്ങൾ ഇന്ന കാര്യം ചെയ്താൽ കേസ് വിജയിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ അവർ 12 നാഴി പായസം കഴിപ്പിച്ചു. അതിലൊരു അംശം എൻ്റെ അനിയനും കൊടുത്തു. ഞാനന്ന് താമസിച്ചായിരുന്നു. ഞാൻ അന്ന് ചെന്നില്ല, അടുത്ത വെള്ളിയാഴ്ച ചെല്ലുന്നു. അപ്പോൾ എന്നോട് പ്രത്യേകം പറയണമെന്നും പറഞ്ഞിട്ട് പോന്നു. അപ്പം ഞാൻ പിറ്റേ ആഴ്ച പുത്തങ്കാമ്പലത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ എല്ലാ ആളുകളും ഇതെന്നോട് പറഞ്ഞു, ഇങ്ങനെ ആൾ വന്നായിരുന്നു. എൻ്റെ അനിയനന്ന് തന്നെ എന്നോട് വൈകിട്ട് പറഞ്ഞായിരുന്നു. ആ പായസം അവനും കിട്ടിയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം പുത്തങ്കാമ്പലത്തിൽ എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഒരു അമ്മ, പ്രായമായൊരമ്മ, ആ അമ്മ പറഞ്ഞു, ഇതുപോലെ മോനെ ഒരാൾ വന്നു, അവരുടെ കേസ് വിജയിച്ചു, 12 നാഴി പായസം കഴിച്ചു, മോനോട് പറയണമെന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് പുള്ളിക്കാരി ചോദിക്കുക, മോൻ എന്തിനാ ഇങ്ങനെയുള്ള കാര്യമൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്? മോൻ ഇതുകൊണ്ട് എന്നാ കിട്ടും? അവരൊന്നും തരത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ അവർക്ക് ആ ഒരു ഗുണം കിട്ടുമ്പോൾ അത് എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു നന്മ, ഒരു ഉയർച്ച ഉണ്ടായ പോലെയുള്ളൊരു സന്തോഷമാണ്. അല്ലെങ്കിൽ എനിക്കിപ്പം വീഡിയോയിൽ കൂടെ തന്നെയാണേലും ചുമ്മാ ഉള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വേണേൽ പറയാം, ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ. അങ്ങനെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പറയണമെന്ന് ഒരു നിർബന്ധവുമില്ല. അല്ലാതെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാം. പക്ഷേ ഇതിലും കൂടുതൽ ആളുകൾ കാണുകയും ചെയ്യും. പക്ഷെ അതല്ല, നമ്മളൊരാളുടെ ജീവിതം മാറുന്ന
ഒരു കുടുംബം രക്ഷപ്പെടുന്ന ആ കാര്യം പറയുമ്പോൾ അത് അവർ ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ എനിക്ക് ആ ഉയർച്ച ഉണ്ടായ പോലെ ഒരു സന്തോഷമായിരിക്കും. ആ സന്തോഷം ഞാൻ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. അതെനിക്കൊരു വലിയ ഒരു മനസ്സിനൊരു സന്തോഷമാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ശിവവിദ്യ ഏറ്റവും പരമമായ ശിവവിദ്യ എനിക്ക് കിട്ടിയതും അതുകൊണ്ടായിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞത്, ചില ആളുകളുടെ വിചാരം അവരുടെ കാര്യമെല്ലാം നടക്കണം, വേറെ ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണെന്നോ ചോദിക്കുന്നത്. ഇപ്പം ഞാൻ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ അറിയണം. ഒരു പ്രായമായ അമ്മ എന്നോട് ചോദിച്ച ചോദ്യമാണ് പറഞ്ഞു. എന്നിട്ട് അമ്മയുടെ ഒരു കാര്യം ചോദിച്ചു. അമ്മയുടെ മോനും മരുമകളും തമ്മിൽ ഭയങ്കര ഒരു പ്രശ്നമാണ്, അതിനെന്തെങ്കിലും പറഞ്ഞുതരാമോ? അപ്പോൾ സ്വന്തം കാര്യം നേടണം, മറ്റുള്ളവർക്കൊന്നും പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണെന്നുള്ള ചിന്താഗതി അത്രയും പ്രായമുള്ള ക്ഷേത്രോത്സവം നടത്തുന്ന അമ്മയ്ക്ക് പോലും ഉണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. സ്വാർത്ഥത. ഞാൻ പക്ഷേ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണിതൊക്കെ. അപ്പോൾ ഇത് നമ്മൾ ഏതൊരു കാര്യവും, ഇപ്പം നിങ്ങൾക്കൊരു ഫലം ഉണ്ടായാൽ പോലും നിങ്ങളത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു മനസ്സിലായത്. ഇപ്പം എൻ്റെ വീഡിയോ കാണണമെന്നോ കാണാതിരിക്കുമോ അതൊന്നൊക്കെ പോട്ടെ, അതൊക്കെ ആവശ്യമുള്ളവർ കണ്ടോളൂ. നിങ്ങൾ പറഞ്ഞെങ്കിലും കൊടുക്കണം. അല്ല വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. ഷെയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞെങ്കിലും കൊടുക്കണം. ഇപ്പോൾ ഒരു വീട്ടിൽ കലഹം, വഴക്ക്, മദ്യപാനം, ലഹള, എത്രയോ കാര്യങ്ങൾ പറഞ്ഞ് എത്രയോ നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വിദ്യ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് ഞാൻ ആ പറയുന്ന കാര്യം എനിക്ക് കൂടുതൽ സന്തോഷമാകുന്നത്. ഒരുപാട് ആളുകൾക്ക് അത് പ്രയോജനം ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പഠിത്തം തടസ്സപ്പെട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു വിവാഹം തടസ്സപ്പെട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ തൊഴിൽ തടസ്സപ്പെട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ തൊഴിലിടത്ത് പ്രശ്നങ്ങളാണ്. എത്രയോ വിദ്യകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫോളോവേഴ്സിനെല്ലാം ഒരുപാട് അനുഭവങ്ങളുണ്ടായ ആളുകളുണ്ട്. അതിലെൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട്. അവരുടെ അനുഭവങ്ങൾ പറയുന്നു ഒരുപാട് 10,000 കണക്കിന്. അപ്പോൾ അവരൊക്കെ തന്നെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ എത്ര കുടുംബം രക്ഷപ്പെടും. എല്ലാം ചെയ്യാൻ നല്ല കാര്യം ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ തുച്ഛമായ ഒരു ക്ഷേത്രത്തിലേക്ക് പുഷ്പാഞ്ജലി, അല്ലെങ്കിൽ അർച്ചന, അല്ലെങ്കിൽ ഒരു പായസം, അതൊക്കെ ലളിതമായ കാര്യങ്ങളെ പറയത്തുള്ളൂ. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. അതെല്ലാം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തിക്ക് മറ്റുള്ളവർക്കൂടെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എത്ര ആളുകൾ രക്ഷപ്പെടും, എത്ര കുടുംബങ്ങൾ രക്ഷപ്പെടും, എത്ര ആളുകൾക്ക് മാറ്റം വരും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അതിനുവേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാം നിങ്ങൾ ഒരാൾക്കൊരു നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആര് നന്മ തരും? ഈശ്വരൻ നന്മ തരും. എൻ്റെ ഭാഷ പറഞ്ഞാൽ ശിവൻ നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹം തരും. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ക്രിയാകുണ്ടലിനി പ്രാണായാമം സ്വീകരിച്ച വ്യക്തിയാണ്. ശിവവിദ്യ ചെയ്യുന്ന വിദ്യയാണ് ഞാൻ ചെയ്യുന്ന. ശിവവിദ്യ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ആ 18 സിദ്ധന്മാരിൽ ഒരാൾ ഉപയോഗിച്ചിരുന്ന വിദ്യയാണ്. അതിനോളം പഴക്കമുള്ള, ശിവനോളം പഴക്കമുള്ള വിദ്യ തന്നെയാണ്. അത് എനിക്ക് കിട്ടിയത് എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ മിടുക്കുകൊണ്ടോ ഒന്നുമല്ല. അത് ഞാൻ ചെയ്യുന്ന ചില നന്മകൾ കൊണ്ടാണ് എന്നിലേക്ക് ആ ശിവവിദ്യ വന്നത്. എനിക്ക് കിട്ടിയ എന്തൊക്കെയാണോ അത് പരമാവധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട്. കാരണം